വി ഡി സതീശൻ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കാണുന്നത് വെറും പൊട്ടന്മാരായിട്ടാണ്. എന്തുകൊണ്ടെന്നല്ലേ, നിങ്ങളുടെ ഈ കാതുകൊണ്ട് കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്ത കാര്യം ആരും കണ്ടതല്ല, ആരും കേട്ടതായി നിങ്ങളോട് പറഞ്ഞതല്ല. നിങ്ങൾ കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതിനെയും ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ഇദ്ദേഹം പച്ച നുണ കൊണ്ട് മൂടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊച്ചി മേയർ സ്ഥാനം ദീപ്തി മേരി വർഗീസിനെ വെട്ടി. എന്തുകൊണ്ട്? ഹിന്ദു ആയിട്ടുള്ള വ്യക്തിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അർഹതപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ വെട്ടിക്കളയാൻ കാരണം കാസയുടെ ഇടപെടലാണ്. കാസ എന്ന വർഗീയ ഗ്രൂപ്പ് അഥവാ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധർ അവരുമായിട്ടുള്ള നീക്കുപോക്ക് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ചേർന്ന് സഭകളുമായിട്ട് പല ധാരണകളും ഉണ്ടാക്കിയതിന്റെ പേരിലാണ് മിനിമോൾ എന്ന മേയർ ഉണ്ടായതെന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഈ അടുത്ത ദിവസങ്ങളിൽ സഭാപിതാക്കന്മാരും മേയറും തന്നെ സ്ഥിരീകരിച്ചു. നിങ്ങൾ കേട്ടതാണല്ലോ. കേൾക്കാത്തവരെ അതൊന്ന് കാണിച്ചു തരികയാണ്. ആദ്യം മേയർ സ്ഥാനം കിട്ടിയതിനെ സംബന്ധിച്ച് ലത്തീൻ രൂപതയുടെ പിതാവ് പറയുന്ന പ്രതികരണം നിങ്ങളൊന്ന് കേട്ടെ. ശബ്ദമുയർത്തി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഒരാളായതുകൊണ്ട് ആ ആൾക്ക് വേണ്ടി ആരോടെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടാവാം. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറയാണ് ഒരു സ്കൂളിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സീറ്റ് പഠിക്കാൻ ലെറ്റർ തരും. എന്തിനാണ് ആ ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ തരുന്നത്? അതുപോലെ നമ്മുടെ സഭയിലുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടല്ലോ, ഇടപെടൽ നടത്തി ഞങ്ങളുടെ സ്വാധീനമാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മേയറായിരിക്കുന്ന മിനിമോൾക്ക് ആ സ്ഥാനം വാങ്ങിക്കൊടുത്തത് ആരാണെന്ന് അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. ലത്തീൻ സമുദായത്തിന്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മളുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് എനിക്കറിയാം. നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു. മൂന്നാമതൊരാൾ പറയുന്നതല്ല. ആരാണോ അതിന്റെ ആനുകൂല്യം കിട്ടിയവർ അവർ ഈ സമൂഹത്തിനോട് പറഞ്ഞ കാര്യമാണ്. ഇനി നേരെ ഈ ചോദ്യം സതീശനോടെത്തുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, അതായത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വെറും പൊട്ടന്മാരാണ്. ആലോചിക്കുക, രാഷ്ട്രീയക്കാരനായിട്ട് അധികാര കസേരയിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഇതുപോലൊരു കാപട്യമാണോ നിങ്ങളെ ഭരിക്കാൻ വരേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു ഉദാഹരണമാണിത്. അപ്പോ ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാധീനം വെച്ചിട്ടാണ് മേയർ സ്ഥാനം കിട്ടിയത്, വെറുതെ അല്ല, ഹിന്ദുവായ വ്യക്തിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് പാർട്ടിക്കകത്ത് സീനിയർ മോസ്റ്റും അർഹതപ്പെട്ട ഒപ്പം തന്നെ ക്രിസ്ത്യാനി കൂടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ വെട്ടി വെയിലത്ത് വയ്ക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് കാസയുടെ ഇടപെടലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതിലൂടെ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ അതിൽ സതീശൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടെ. ഈ കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം ലത്തീൻ സഭയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് എനിക്ക് മേയർ സ്ഥാനം കിട്ടിയതെന്ന്, അത് ഒരു ഉചിതമായി ഒന്നാമത്തെ അല്ല, അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നത് എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞിട്ട്. ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല. ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാധ്യക്ഷന്മാരുമൊക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അവരൊരിക്കലും അസംബ്ലി സീറ്റിൽ പോലും അവര് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടപ്പുറം, കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീൻ സഭയിൽ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ, പിന്നെ എന്താ ഈ വിവാദം? അവരാ സമുദായത്തിലെ അംഗമല്ല, പിന്നെ എന്തിനാണ് വിവാദം? അത് നമ്മൾ ചെന്നിട്ട് ഇപ്പോ ഞാൻ ലത്തീൻ സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം, അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നല്ലേ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളും പോവും. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. ആ സഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളോടല്ലേ പറയേണ്ടത്. ഒന്നുകിൽ എന്നോട് പറയണം, അല്ലെ DCC പ്രസിഡന്റിനോട് പറയണം, അല്ലെ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം. അവരെ വലിച്ചഴക്കരുത്. കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചഴക്കരുത്. കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്നതല്ലേ, 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ. അവരൊന്നും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. എനിക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ലത്തീൻ സമുദായ അംഗമാണ്.
അപ്പോഴും അവര് ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അവരന്നിനും ഇടപെടില്ല. അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ, ഇപ്പൊ മുനമ്പത്തെ വിഷയങ്ങൾ, പള്ളുരുത്തിലെ അങ്ങനെ അല്ലാതെയൊന്നും അവരൊന്നും ഇല്ല. അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്ന്. അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല. അവര് സംസാരിക്കുന്ന ആളുകളല്ല. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സമുദായങ്ങളല്ലല്ലോ പറഞ്ഞു. പിതാക്കന്മാർ സംസാരിച്ചു എന്ന് മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. പിതാക്കന്മാർ തനിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. എനിക്കറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും എന്നോടോ ഡി സി സി പ്രസിഡന്റിനോടോ ആരും ബന്ധപ്പെട്ടിട്ടില്ല അത്രേ. പിന്നെ അവർ സ്വയം ഒരു മേയറെ അങ്ങ് തീരുമാനിച്ചു. താൻ ആരെയാണോ ഈ പൊട്ടനാക്കുന്നത്? താൻ ഒന്നും ഇല്ലെങ്കിലും ഈ നാട്ടിലെ മനുഷ്യരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. അവരൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണെന്ന് പോലും മനസ്സിലാക്കിയിട്ട് യവനൊക്കെ ഇത് മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഇയാൾക്ക് എന്തെങ്കിലും വിധേയത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ പച്ച കള്ളം പറയാൻ, അതായത് ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് നെറുകെട്ട വഴിയും സ്വീകരിക്കുന്ന ഒരു ഫ്രോഡ് രാഷ്ട്രീയക്കാരനാണ് സതീശൻ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് മധ്യ കേരളത്തിൽ വരുമ്പോൾ കാസ എന്ന വർഗീയ സംഘടന, ഷാജൻസ്കറിയെ പോലുള്ള മുസ്ലിം വിരുദ്ധരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് സഭയിലുള്ള സ്വാധീനം വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നേരെ മധ്യ കേരളത്തിലെത്തുമ്പോൾ അത് SBPIക്കാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കൂട്ടുനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ പിന്നിൽ അവരെയും കൂടി അണിനിരത്തിക്കൊണ്ട് പാവപ്പെട്ട വിശ്വാസികൾ, ഒരു സൈഡിൽ മുസ്ലിം വിരുദ്ധരായിട്ടുള്ള കാസക്കാരെയും ഷാജൻസ്കറിയെ പോലുള്ള മുസ്ലിം വിരുദ്ധരെയെല്ലാം ഒരു സൈഡിൽ കഷത്ത് വെച്ചതിന് ശേഷം മറു സൈഡിൽ മലബാറിലെത്തുമ്പോൾ ഞങ്ങൾ അവരുടെ ആളാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാറാട് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വർഗീയതയെ സതീശൻ താലോലിച്ചതിന് ശേഷം അത് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിനെ നിഷേധിക്കുന്നതെന്ന് നിങ്ങൾ കാണേണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് സതീശൻ എത്രമാത്രം ഫ്രോഡാണെന്നും ഈ നാട്ടിലെ എല്ലാ സംഭവവികാസങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യരെ വെറും കഴുതകളായി മാത്രം പരിഗണിക്കുന്ന ഇയാൾ രാഷ്ട്രീയത്തിന് ഒരു വലിയ ബാധ്യതയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണം ബോധ്യപ്പെടുത്തി കാണും. പച്ച നുണ ക്യാമറകൾക്ക് മുന്നിൽ പറയാൻ ഒരു ഉളുപ്പുമില്ലായ്മയാണ് സതീശന്റെ കഴിവ്. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, ഇവിടെ സാമുദായിക സന്തുലിതാവസ്ഥ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് പ്രീണനം മാത്രം നടത്തി അധികാരത്തിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ അത് മാറാടിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.